താരങ്ങളുടെ സിനിമ പോലെയാണ് ഓരോ തെരഞ്ഞെടുപ്പ് കാലവും. പടം വിജയിച്ചാലും പൊട്ടിയാലും ഒരു പഞ്ച ഡയലോഗെങ്കിലും പ്രേക്ഷകരിൽ ഇടം പിടിക്കും. അതുപോലെ തന്നെയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പും. ഇലക്ഷൻ കഴിയുമ്പോൾ ഏത് മുന്നണി അധികാരത്തിൽ വന്നാലും പ്രചരണ മുദ്രാവാക്യങ്ങൾ ആളുകളിൽ തങ്ങി നിൽക്കും. പറയാനുള്ളത് ആറ്റിക്കുറുക്കി വോട്ടർമാരുടെ മനസ്സിൽ തങ്ങുവിധം അവതരിപ്പിക്കുന്നിടത്താണ് ഈ വാചകങ്ങളുടെ വൈബ്. അവയിൽ പലതും സൂപ്പർ ഹിറ്റ് ആയതും മുന്നണികൾക്ക് വോട്ടിന് കൂട്ടായതും ചരിത്രമാണ്. മുതിർന്ന നേതാക്കൾ വരെ പരിശോധിച്ചും തിരുത്തിയും തയ്യാറാക്കുന്ന ടാഗ് ലൈൻ കയ്യിൽ കിട്ടിയാൽ ഉടൻ ട്രോളിൽ പൊതിയാൻ എതിരാളികളും റെഡിയാണ്. 2016 നിയമസഭാ തെരഞ്ഞെടുപ്പ് മുതലാണ് പ്രചാരണ മുദ്രാവാക്യം മുന്നണികൾക്ക് ഒഴിച്ചുകൂടാനാവാത്തതായത്. LDF വരും, എല്ലാം ശരിയാകുമെന്നത് സ്വന്തം നേതാക്കൾ പോലും പ്രതീക്ഷിക്കാത്ത വിധം വൈറലായി. CPM നേതാക്കൾക്കടക്കം ഈ മുദ്രാവാക്യം ആദ്യം അത്ര ദഹിച്ചില്ലത്രേ. കാര്യം ലളിതമായി പറയാൻ മറ്റൊന്നില്ലെന്ന മുതിർന്ന നേതാവ് TM തോമസ് ഐസക്കിന്റെ നിലപാടിനോട് പിണറായി വിജയനും കോടിയേരി ബാലകൃഷ്ണനും എല്ലാം ഒടുവിൽ യോജിക്കുകയായിരുന്നു. പക്ഷെ ട്രോളന്മാർ വിട്ടില്ല. വീട്ടിലെ കേടായ വാഷിംഗ് മെഷീനും ഫ്രിഡ്ജും ഒന്നും തൽക്കാലം നന്നാക്കരുതെന്നും LDF വരും, എല്ലാം ശരിയാകുമെന്നുമായിരുന്നു പരിഹാസം. ഉമ്മൻചാണ്ടിയുടെ 5 വർഷത്തെ ഭരണത്തിന് ശേഷം എത്തിയ ആ തെരഞ്ഞെടുപ്പിൽ വളരണം ഈ നാട്, തുടരണം ഈ ഭരണം എന്ന മുദ്രാവാക്യമാണ് UDF പരീക്ഷിച്ചത്. BJPയും പ്രാസഭംഗി കുറച്ചില്ല. വഴിമുട്ടിയ കേരളം വഴികാട്ടാൻ BJP എന്നായി അവർ. എന്നാൽ എല്ലാം ശരിയാകട്ടെ എന്ന വോട്ടർമാർ തീരുമാനിച്ചപ്പോൾ UDFനും BJPക്കും ഒരുപോലെ വഴിമുട്ടി. 2021 NDA മോദിയെ കൂട്ടുപിടിച്ചു. പുതിയ കേരളം മോദിക്കൊപ്പം എന്ന അവരുടെ മുദ്രാവാക്യത്തോട് ഉറപ്പാണ് LDF എന്ന ഇടതു മുന്നണിയും നാട് നന്നാവാൻ UDF എന്ന വലതു മുന്നണിയും തിരിച്ചടിച്ചു. മറ്റാരുണ്ട് LDF അല്ലാതെ എന്ന ഇത്തവണത്തെ ഇടതു മുദ്രാവാക്യത്തിന് ട്രോളർമാരിൽ നിന്നും പ്രതിപക്ഷത്തു നിന്നും വലിയ പ്രഹരമുണ്ട്. കക്കാനും മുക്കാനും മറ്റാരുണ്ട് LDF അല്ലാതെ, സഹകരണ ബാങ്കുകൾ കൊള്ളയടിക്കാൻ മറ്റാരുണ്ട് LDF അല്ലാതെ, ഇങ്ങനെ പോകുന്നു അത്. കേരളം ജയിക്കും, UDF നയിക്കും എന്നാണ് പ്രതിപക്ഷത്തിന്റെ പ്രതീക്ഷ. മാറാത്തത് മാറും, ഇനി കേരളം വളരുമെന്ന് LDA സ്വപ്നം കാണുന്നു. മറ്റാരെങ്കിലും ഉണ്ടോ കേരളം ജയിക്കുമോ, മാറാത്തത് മാറുമോ എന്നൊക്കെ അറിയാൻ നമുക്ക് മെയ് 4 വരെ കാത്തിരിക്കാം.